ഫോൺ ഓപ്പൺ ചെയ്തപ്പോൾ കല്ല് വന്നിട്ട് കേട്ടിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഞാനൊരു പാക്കറ്റ് ഓപ്പൺ ചെയ്തൊരു ഹെഡ്ഫോൺ പുറത്തിറക്കിയപ്പോൾ അതിൽ കെച്ചപ്പ് ആണോന്ന് സംശയിച്ചത്. ടൊമാറ്റോ കെച്ചപ്പിന്റെ പോലെ ഇരിക്കുന്ന ഒരു പാക്കിങ്ങിലാണ് ഇത് വന്നിരിക്കുന്നത്. ശരിക്കും ഇതിനൊരു അടപ്പൊക്കെ പോലെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവര്. അപ്പോൾ ഇതാണ് യൂബോണിന്റെ GPR 411 എന്ന ഹെഡ്ഫോൺ, GPR 411 ചാമ്പ് എന്ന ഹെഡ്ഫോൺ. അപ്പോൾ ഇത് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇത് ഇറക്കിയപ്പോൾ തന്നെ ഒരു സ്മെല്ലുണ്ടായിരുന്നു. ഇവിടെ പെർഫ്യൂം സീരീസ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് എന്താണെന്നൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണാം. അപ്പോൾ ഇത് നമുക്ക് അഴിച്ചു നോക്കാം ഇതിന്റെ ഉള്ളിൽ എന്താണെന്ന്. പാക്കിങ് ഏറ്റവും മോശം പാക്കിങ് ഞാൻ പറയാം. ഈ അടുത്ത് കണ്ടതിൽ വെച്ചിട്ട് ഇതാണ്. സാധാരണ ഒരു എന്താ പറയുക, ഒരു ബോക്സ് പാക്കിംഗ് ആണ് വരാറുള്ളത്. ഇത് ഞെങ്ങിയൊക്കെ നാശമാവാൻ ചാൻസ് ഉണ്ട്. നമുക്ക് നോക്കാം എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന്. ഇതിന്റെ ഉള്ളിൽ ഈ ഹെഡ്ഫോൺ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ഇതാണ്. ഇത് പുറത്തിറക്കിയപ്പോൾ തന്നെ നമുക്ക് ആദ്യം ഉള്ളൊരു ഫീലിംഗ് ഒരു സ്മെല്ലാണ്. ഇതിപ്പോൾ പെർഫ്യൂം സീരീസ് എന്ന് എഴുതിയിട്ടുണ്ട്. ആ ഒരു പെർഫ്യൂം സീരീസ് ആയതുകൊണ്ടാണ് തോന്നുന്നു ഒരു സ്മെല്ല്. പക്ഷെ അത് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ട ഒരു സ്മെല്ലല്ല ഇതിന്ന് വരുന്നത്. അപ്പോൾ ഒരു പ്രത്യേകതരം എന്താ പറയുക, ഒരു കെമിക്കൽ പെർഫ്യൂംസിന്റെ ഒക്കെ ഒരു ചില ആളുകൾക്ക് ഇഷ്ടമായിരിക്കും. എൻ്റെ ഒരു ടേസ്റ്റിലുള്ള ഒരു സ്മെല്ലല്ല ഈ വന്നിരിക്കുന്നത്. ഇനി നമുക്കത് അഴിച്ചു നോക്കാം. നീളമൊക്കെ ആസ് യൂഷ്വൽ സാധാരണ ഹെഡ്ഫോൺസിന്റെ പോലെ തന്നെയുള്ള നീളമാണ്. ഏകദേശം ഒരു 1 മീറ്റർ നീളമുള്ള അതുണ്ട്. പിന്നെ ഇതുപോലെ വളരെ ബേസിക് ആയിട്ടുള്ള ഹെഡ്ഫോൺസ് ആണ്. ഇതാണ് എൻ്റെ മൈക്ക് പീസ് വരുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ബഡ്സ് നോക്കാം. ഈ ബഡ്സ് സാധാരണ ഹെഡ്ഫോൺസിലൊക്കെ വരുന്ന പോലെ തന്നെ ഒരു 199 വരുന്ന പോലെ തന്നെ പ്ലാസ്റ്റിക്കിന്റെ ബഡ്സ് ആണ്. ഇതിൽ മെറ്റൽ ബഡ്സ് അല്ല. നമ്മൾ നേരത്തെ കണ്ട ഹെഡ്ഫോൺസിലൊക്കെ മെറ്റൽ ബഡ്സ് ആണ് വന്നിരുന്നത്. ഇത് പ്ലാസ്റ്റിക്കിന്റെ ബഡ്സ് ആണ്. പിന്നെ ഇത് പെട്ടെന്ന് തന്നെ ഊരിപ്പോന്നു ഇന്ന്. ഇത് കണ്ടോ നിങ്ങൾ? ഇത് ഒരു നോർമൽ എന്താ പറയുക, അതിന്റെ ഡ്രൈവറിന് സാധാരണ ഇവിടെ നെറ്റൊക്കെ ഉണ്ടാവാറുണ്ട്. അതൊന്നും കാണുന്നില്ല. വളരെ നോർമൽ ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇതിന്റെ മൈക്ക് പീസിന്റെ കൺസ്ട്രക്ഷനും അതുപോലെ തന്നെയാണ് എനിക്ക് തോന്നിയത്. വളരെ നോർമലായിട്ട് ഇതിനൊരു ഹുക്ക് ഉണ്ട്, നമുക്ക് പിടിപ്പിച്ചു വെക്കാനൊരു ഹുക്ക് ഉണ്ട്. അപ്പോൾ യൂഷ്വലി വളരെ വില കുറഞ്ഞ ഹെഡ്ഫോൺസിലെല്ലാം വരുന്നത് ഇതുപോലെ മൈക്ക് ഈ ഒരു വൈ പോയിന്റിലാണ് വരുന്നത്. ഇത് കുറച്ചും കൂടി ഇങ്ങനെ കയറിയിട്ടാണ് ഉണ്ടാവുന്നതെങ്കിൽ നമുക്ക് നമ്മുടെ മൗത്തിന്റെ അടുത്തേക്ക് ഇരിക്കും ഇത്. അപ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആയിട്ടുള്ള സൗണ്ട് കിട്ടും. പക്ഷേ ഏറ്റവും വില കുറഞ്ഞ ഹെഡ്ഫോൺസിലൊക്കെ ഒറ്റ പീസായിട്ടാണ് വരാം, അതല്ലെങ്കിൽ 2 പീസായിട്ട് വരാറുണ്ട് കുറച്ചും കൂടി റേറ്റ് കൂടിയ ഹെഡ്ഫോൺസിൽ. പിന്നെ ഇതിന്റെ 3.5mm ജാക്കും നോർമൽ ജാക്ക് തന്നെയാണ്. സാധാരണ ഈ റേഞ്ചിൽ വരുന്നതിൻ്റെ ഒക്കെ പോലെ ഒരു യൂബോൺ എന്നൊരു ടാഗ് ഉണ്ട് ഇവിടെ. ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നത് ഈ ഹെഡ്ഫോൺ ഞാൻ മൊബൈലിൽ കണക്ട് ചെയ്തിട്ട് റെക്കോർഡ് ചെയ്യുന്ന സൗണ്ടാണ്. ഇപ്പോൾ നോർമലായിട്ട് കഴുത്തിൽ തൂക്കിയിടുമ്പോഴുള്ള സൗണ്ടാണ് ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ ഈ ഹെഡ്ഫോണിൻ്റെ മൗത്ത് പീസ് എൻ്റെ മുഖത്തിനടുത്ത് കൊണ്ട് വെച്ചിട്ടുള്ള സൗണ്ടാണ്. ഇപ്പോൾ നമ്മുടെ വായുടെ അടുത്ത് ഞാനിതിൻ്റെ ഹെഡ്ഫോണിൻ്റെ മൗത്ത് പീസ് പിടിക്കുന്നു. ഇപ്പോൾ ഉള്ള സൗണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം ഇതിൻ്റെ ഹെഡ്ഫോണിൻ്റെ സൗണ്ടിൻ്റെ ക്വാളിറ്റീനെ പറ്റിയിട്ട്. ഇനി നമുക്ക് ഈ ഹെഡ്ഫോണിൻ്റെ സൗണ്ട് ക്വാളിറ്റീനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്കിത് ഒരു ബാലൻസ് സൗണ്ടായിട്ടാണ് തോന്നിയത്. സാധാരണ ഹെഡ്ഫോൺസിലൊക്കെ, വില കുറഞ്ഞ ഹെഡ്ഫോൺസിലൊക്കെ ഒന്നില്ലെങ്കിൽ എൻ്റെ ട്രിബിൾ അവർ കൂട്ടി വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ മിഡ് റേഞ്ച് കൂട്ടി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ട്രിബിൾ കൂട്ടി വെച്ചാണ് മിക്കവാറും കാണാറുള്ളത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറച്ച് നേരം കൂടുതൽ പാട്ട് കേൾക്കുമ്പോൾ ചെവിക്കൊക്കെ അസ്വസ്ഥത തോന്നും. ഇതിലങ്ങനെ തോന്നിയില്ല. എക്സാജറേറ്റഡ് ആയിട്ടുള്ള ഹൈ എൻഡ് ഇല്ല. മിഡ് ഓക്കെ എന്നേ പറയാൻ പറ്റുള്ളൂ. മിഡ് വോക്കൽസ് ഒക്കെ അത്ര ഒരു സൂപ്പറായിട്ട് എനിക്ക് തോന്നിയില്ല. എന്നാലും ഒരു ഓക്കെ റേഞ്ചിലുള്ളതാണ്. ബേസ് ആസ് യൂഷ്വൽ എല്ലാ ഹെഡ്ഫോൺസിലും വലിയ ബേസിനെ പറ്റിയിട്ടാണ് അവർ പറയുമെങ്കിലും നമുക്കത് ആ ഒരു എക്സ്പെക്ടേഷനിലുള്ള ബേസ് ഒന്നും നമുക്ക് കിട്ടില്ല. നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യുന്ന ബേസ് കിട്ടില്ല. അപ്പോൾ ഓക്കെയാണ് ബേസ്. ഈ ഒരു റേഞ്ചിൽ കിട്ടുന്നതിലുള്ള ഓക്കെ ഒരു ബേസാണ് ഈ ഒരു ഹെഡ്ഫോൺസിന് വരുന്നത്. അപ്പോൾ ഇതാണ് ഇതിന്റെ സൗണ്ട് ക്വാളിറ്റീനെ പറ്റിയിട്ട്. പാട്ട് കേൾക്കുന്നവർക്കുള്ള ഒരു സൗണ്ട് ക്വാളിറ്റീനെ പറ്റി എനിക്ക് പറയാവുന്നത്. പിന്നെ മൈക്കിന്റെ റെക്കോർഡിങ്ങിനെ പറ്റി ഞാൻ നേരത്തെ അതിന്റെ ക്ലിപ്പിംഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് റെക്കോർഡ് ചെയ്ത് ഞാൻ അതിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം എങ്ങനെയുണ്ട് നമ്മുടെ ഇൻ കോൾ സൗണ്ട് എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഓവറോൾ പറയുകയാണെങ്കിൽ എനിക്കിതിന്റെ കൺസ്ട്രക്ഷൻ, ഇതിന്റെ ബിൽഡ് ക്വാളിറ്റി അത്ര ഇമ്പ്രസീവായിട്ട് തോന്നിയില്ല. അതുപോലെ തന്നെ ഇതിന്റെ പാക്കിങ്ങും എല്ലാം അത്രയ്ക്കൊരു ഇമ്പ്രസീവായിട്ട് തോന്നിയില്ല. പിന്നെ ഇതിന്റെ ഒരു സ്മെല്ല്, ഇത് പെർഫ്യൂം സീരീസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനൊരു സ്മെല്ലുണ്ട്. ആ സ്മെല്ല് എല്ലാവർക്കും ഇഷ്ടമാവണമെന്നില്ല. എനിക്കത് അത്ര താല്പര്യമില്ലാത്തൊരു സ്മെല്ലാണ്. ചിലർക്ക് പെർഫ്യൂംസിന്റെ ചില ടൈപ്പ് സ്മെല്ലുകൾ ഇഷ്ടമാണ്. എല്ലാവർക്കും ഓരോ താല്പര്യങ്ങളുണ്ടല്ലോ പെർഫ്യൂംസിനോട്. ഫ്രാഗ്രൻസസ് ഓരോ ആളുകളുടെയും ഇഷ്ടം അനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടാവുമായിരിക്കും. അപ്പോൾ ഇത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വളരെ ഇഷ്ടമാവുമായിരിക്കും. ബിക്കോസ് ഇതിന്റെ ഈ ഹെഡ്ഫോൺ കുറച്ചു നേരം നമ്മൾ കയ്യിലൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ കൈക്കൊക്കെ ആ ഒരു സ്മെല്ല് വരും. അപ്പൊ അതുകൊണ്ട് തന്നെ കൈക്കൊക്കെ ചെറിയൊരു സ്മെല്ല്. അപ്പൊ ആ സ്മെല്ലൊരു എന്താ പറയാ, ആ ഭാഗത്തെല്ലാം നമ്മുടെ കഴുത്തിലൊക്കെ ഒരു സ്മെല്ല് പോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്മെല്ലാണ് ഇതിൻ്റെ എന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. അതല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ആ സ്മെല്ല് കാരണം. അപ്പോൾ അതൊക്കെയാണ് ഈ യൂബോൺ GPR 411 ചാമ്പിനെ പറ്റി പറയാനുള്ളത്. പിന്നെ ഇത് വാങ്ങണോ വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനു മുമ്പ് ഞാൻ 2 199 റുപ്പീസിന്റെ ഹെഡ്ഫോൺസ് റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഫുൾ വീഡിയോസിന്റെ ലിങ്ക് ഞാൻ ഇടുന്നുണ്ട്, നിങ്ങൾക്ക് അത് നോക്കാം.
ഇനി ഇത് മൂന്നും കൂടി കമ്പയർ ചെയ്തിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഏത് ഹെഡ്ഫോണാണ് 199 വാങ്ങേണ്ടതെന്നുള്ളത്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ഗുഡ് ഡേ.